ഹലോ നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു യാത്രയിലാണ്. വേറെ എവിടേക്കും അല്ല, നമ്മുടെ നാട്ടിലേക്ക് പോവാണ്, കണ്ണൂർക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ ഇറങ്ങി. എങ്കിലും എനിക്ക് സ്കൂൾ എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവരവിടെ എന്നെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ എക്സാം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഇറങ്ങി. ഒരു 10-11 മണിയായി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, കുറച്ചും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ഏർലി മോർണിംഗ് വരാറുണ്ട്. ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അപ്പോഴെന്ന് വെച്ചാൽ അധികം ട്രാഫിക് ഉണ്ടാവില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും. എന്നാലും നമ്മൾ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലേ എല്ലാവർക്കും. ഈ പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവുമല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ എപ്പോഴും പിന്നെ നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ? ഞങ്ങൾ പിന്നെ വഴിയിൽ വേണ്ടുന്ന ആവശ്യമുള്ള ഫുഡൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോക്കി എന്ത് രസമാണല്ലേ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴി. നല്ല രസമാണ്. ഫുൾ കാടും മരങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു യാത്രയുണ്ടല്ലോ. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ടു ബാംഗ്ലൂരുള്ള ഈ ഒരു വഴിയാണ്. എവിടെ നോക്കിയാലും ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് വരാറ്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കൂർഗ് ഗേറ്റ് എന്ന് പറയുന്നത്. അവിടെ വെറുതെ ആണെങ്കിലും ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ 5 മണി കഴിഞ്ഞു ഞങ്ങളവിടെ എത്തുമ്പോൾ. അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങി താഴെ എത്തി. നമ്മുടെ കൂട്ടുപുഴ വഴി എത്തി. അങ്ങനെ കൂട്ടുപുഴയൊക്കെ എത്തുമ്പോൾ നമ്മൾ 6 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാഫിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ 8 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ, ഞാൻ പഠിച്ച അഴീക്കോട് ഹൈസ്കൂളിൻ്റെ 75th ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൽ നമ്മുടെ എല്ലാ വാട്സപ്പ് കൂട്ടായ്മകളും എല്ലാവരും അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒത്തുചേരൽ എന്ന് പറയാം, അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, എല്ലാവരും പ്രോഗ്രാംസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന് അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ കോറിഡോറിലൂടെ പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും കുറേ പേരൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ പക്ഷേ കുറേ ദിവസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണെന്ന് പറയാം. വന്ന ഉടനെ തന്നെ എനിക്ക് പ്രോഗ്രാം ഉള്ളത് കാരണം ഞാൻ ഓൺലൈനിൽ മാത്രം പഠിച്ചിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ഞാൻ വേഗം വന്ന് ഇവരുടെ അവിടെ എത്തിയ ആൾക്കാരുടെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്ത് നോക്കുമായിരുന്നു. കാരണം ഇത് ശരിക്കും എനിക്കറിയോ സ്റ്റെപ്സൊക്കെ എങ്ങോട്ട്. ഈ ഗ്രൂപ്പിലുള്ള കളിയാകുമ്പോഴും നമുക്ക് അവരോട് ചേർന്നിട്ടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ കൂടെ എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നു. കുറേ ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആണ് ശരിക്കും ഞാൻ കേട്ടോ വന്ന്. പിന്നെന്താണ്, നമ്മുടെ എപ്പോഴും നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഇറക്കിക്കൊണ്ട് തന്നെ പറയാം. ഞാനാണെങ്കിൽ സ്കൂളിൻ്റെ മുഴുവൻ ഓരോ ക്ലാസ്സുകളിലും ഓരോ കോറിഡോറിലൊക്കെ ഇങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സുമായി പോയി ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുക്കുന്നു. അവിടെയുള്ള നമ്മുടെ NSSൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഒരു നല്ല രസമായിട്ട് ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് വരെ ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പം ഞങ്ങളുടെ തിരുവാതിരയായിരുന്നു. ആ തിരുവാതിരയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുഴുവനും ഞാൻ 5th തൊട്ട് 10th വരെയാണ് അവിടെ പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജിലൊരു കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരിക്കലും അത് സാധിച്ചില്ല. ഞാൻ എല്ലാ വർഷവും സ്റ്റേജിൽ കയറാറുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ ഇതുവരെയും കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും സാധിച്ചത് ഈ പ്രോഗ്രാമിലൂടെ തന്നെയാണ്. അതിന് ഞാൻ HSൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹം അവരുടെ അടുത്ത് ശരിക്കും. കാരണം അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഒട്ടും ഞാൻ പ്രാക്ടീസിന് ആകെ ഒരു ദിവസമാണ് ഞാൻ അവിടെ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് അങ്ങനെ പഠിക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ എന്ന് വേണേൽ പറയാം ശരിക്കും. പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസൊക്കെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാ റിഫ്രഷ്മെൻറ്റും ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 8 മണിക്ക് ഇറങ്ങിയിട്ട്
പെട്ടെന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ ആൾ ഞാൻ രാത്രി 8 മണിക്കാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ അത്രയും എഴുതുന്നു. ഫ്രണ്ട്സിനെ കണ്ടാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ശരിക്കും നമ്മൾ സമയം പോയതൊന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളായിരുന്നു. നല്ല ഓർമ്മകളുമായിട്ടാണ് ഞാൻ ശരിക്കും ഇത്തവണ തിരിച്ച് ബാംഗ്ലൂരേക്ക് വന്നത് ശരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.